സ്ത്രീധന നിരോധന നിയമം നിലവിലുണ്ടെങ്കിൽ പോലും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന, ഒരുപാട് ജീവിതം നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടികൾ ധാരാളമുണ്ട്. അതിലൊരിക്കലും നമ്മൾ മറക്കാത്ത 2 മുഖങ്ങളാണ്. ഒന്ന് വിസ്മയ, 2 ഉത്ര. ഈ 2 പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് തോന്നും, ഒരുപാട് സ്ത്രീധനം കൊടുത്താൽ മാത്രമാണോ ഇങ്ങനെ ഉണ്ടാകുന്നത്? അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. ഒരുപാട് കൊടുത്തില്ലെങ്കിൽ പോലും സാധാരണക്കാരുടെ ഇടയിലും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അതിന് നമ്മുടെ ഇവിടെ ഈ നാട്ടിലിവിടെ വന്നപ്പോൾ എനിക്കൊരു ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു ഹെൽത്ത് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ വിവാഹം വേണ്ടാന്നൊക്കെ വിചാരിച്ച് തന്നെ നിന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 2 വർഷമായി കേട്ടോ. അപ്പോൾ വിവാഹം വേണ്ടാന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അവരുടെ അമ്മ, ആ ചേച്ചിയുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അപ്പോൾ അമ്മയുടെ അനിയത്തിയാണ് ഇവരെ നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛനുണ്ട്, അമ്മയുടെ അനിയത്തിയാണ് ഇവരെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിരുന്നാലും ഒരു കൂട്ടർ വന്ന് പൊന്നുപോലെ നോക്കിക്കോളാം, ഇതാണ് വേറൊന്നും തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീധനം ഒന്ന് നോക്കിയാൽ ഡയറക്റ്റായിട്ട് ചോദിക്കാനുള്ളത് നട്ടെല്ലോട് കൂടി വന്ന് ഇന്നതുപോലെ കാര്യം പറയണം, നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഇത് നിയമമുള്ളത് കൊണ്ട് അത് പറയില്ല, പക്ഷേ ഊഹിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നം 99% പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ഊഹം മനസ്സിൽ വെച്ച് വരുന്നത് കൊണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ് ഉണ്ടായത്. ഊഹിച്ചു കിട്ടും എന്നുള്ളത്. കാരണം ആ വീടും കുറച്ച് ഒരു 10 സെൻറ്റോളം സ്ഥലമുണ്ട്. അത് ആ ചേച്ചിക്കുള്ളതായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ളത് തന്നെ. അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിലും അവർക്കുള്ളത് തന്നെ. വേറെ ആരും അതിൽ കൈയെടുക്കാൻ വരില്ല. പക്ഷേ ആൾക്ക് ഒരു വർഷമൊക്കെ വിവാഹം കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അത് അങ്ങ് എഴുതി വേണം, സ്വന്തം പേരിലായിട്ട് എഴുതി വേണം. അതിൻ്റെ ആവശ്യമുണ്ടോ? സ്വന്തം ഭാര്യയുടെ പേരിലല്ലേ ഇരിക്കുന്നത്, അത് അവളുടെ പേരിൽ തന്നെ ഇരിക്കുമല്ലോ, എഴുതി തരണം. പക്ഷേ ഈ ചേച്ചിയുടെ അപ്പം മാമനൊക്കെ അത് സമ്മതമല്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് പറ്റത്തില്ല, അവളുടെ പേരിൽ ഇരുന്നോട്ടെ, അതിനിപ്പോൾ എന്താണ് പ്രശ്നം, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പെണ്ണിനെയും വേണ്ട. ഇതാണ് അവസ്ഥ. അതാണ് പറഞ്ഞത്. സാധാരണക്കാരനാണ് കേട്ടോ, ആളും സാധാരണക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്, സാധാരണക്കാരനാണ്. പക്ഷേ അതാണ് അവസ്ഥ. അല്ലാതെ ഒരുപാട് 100ഉം 150ഉം പവൻ കൊടുക്കുന്നിടത്ത് മാത്രമല്ല, സാധാരണക്കാരുടെ പെൺകുട്ടികളിലും ഇതൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഒരു പെൺകുട്ടിയെ ഇപ്പോൾ എല്ലാവർക്കും ജോലിയുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ചെറിയ രീതിയിലുള്ള ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ എല്ലാ വീടുകളിലും കഴിഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ ജീവിത ചിലവ് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം നിങ്ങളൊരു വിവാഹം കഴിക്കുക. അല്ലാതെ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ഒരു സ്ത്രീധനം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് അത് വീട്ടാന്നുള്ള ഒരു നിലപാട് ദയവ് ചെയ്ത് വെച്ച് പുലർത്താതിരിക്കുക. ഇത് ചിലരുണ്ട്, വീട് മണിമാളികയൊക്കെ കെട്ടിവെക്കും. എവിടെന്നാ? പയ്യൻ്റെ വീട്ടുകാർ മണിമാളിക കെട്ടിയത് എല്ലാം ഉണ്ട്, എൻ്റെ മോൻ എല്ലാം ഉണ്ട്, പക്ഷെ ഫുള്ള് കടമാണ്. എവിടെ നിന്ന് ഇത് വീട്ടും? അത് അവൻ്റെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് കൊണ്ടുവരുമല്ലോ, അവിടെ നിന്ന് എടുത്ത് വീട്ടും. ഇതാണ് മിക്ക ആളുകളുടെയും പ്ലാൻ. വണ്ടി വാങ്ങും, സ്കൂട്ടർ വാങ്ങും, ബൈക്ക്, നല്ല സ്റ്റൈൽ ബുള്ളറ്റ് ബൈക്ക് തന്നെ ആയിക്കോട്ടെ, എവിടെ നിന്ന് വീട്ടും? അവൾ കൊണ്ടുവരുമല്ലോ. ഇങ്ങനെ കണക്കാക്കി നിൽക്കുന്നവരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നട്ടെല്ലില്ലാത്തവന്മാരെന്ന് പച്ച മലയാളത്തിൽ വിളിക്കുക. അതിപ്പോൾ അവസാനം ആ പെൺകുട്ടിയെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ വരെ ഇവർ കൊണ്ടുവന്ന് എത്തിക്കുന്നു. വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഒന്നിച്ച് തീരുമാനമെടുത്ത് നട്ടല്ലില്ലാത്ത കുറേ ആളുകൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഉത്രയുടെ ഒരു കേസിലെന്ന് പറഞ്ഞാൽ 100 പവൻ ആ കുട്ടിയുടെ ശരീരം നിറയെ ആഭരണങ്ങൾ ഇട്ടിട്ടാണ്. അപ്പോൾ അവന് ഒരു കുഞ്ഞുമായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ബുദ്ധി എന്തായാലും കൊള്ളായിരുന്നു. അന്ന് എന്തായാലും സെറ്റിലായി, ജീവപര്യന്തമൊക്കെ കിട്ടിയിരിക്കുകയാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ഒരവസ്ഥ ആലോചിക്കണം. അച്ഛനും പോയി അമ്മയും പോയി, ഒരേപോലെ ആ ഒരു അവസ്ഥ. അതിനൊക്കെ വല്ല കാര്യമുണ്ട് ഇവനൊക്കെ. അപ്പോൾ കുഞ്ഞിൻ്റെ വഴി അമ്മയുടെ സ്വത്ത് അവന് കിട്ടും, അവന് വേറൊരു വിവാഹം കഴിച്ച് ആ കുട്ടിയുടെ സ്വത്തും കിട്ടും. അങ്ങനെയൊക്കെ കെട്ടി അവൻ്റെ സ്വത്തൊക്കെ അങ്ങോട്ട് കെട്ടി പൊക്കാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതെന്തായാലും ചീറ്റിപ്പോയി. എത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചാലും ദൈവം എവിടെയെങ്കിലും ഒരു അടയാളം ഇട്ടിരിക്കുമല്ലോ. അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. അതുപോലെ ഇനിയാണെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ വെച്ചാലും നട്ടലോടുകൂടി അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്കുക. ഒരു പെണ്ണ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ധനം എന്ന് കണ്ട് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിലൂടെ നീങ്ങുക. അല്ലാതെ ദയവ് ചെയ്ത് അവർ കൊണ്ടുവരുന്ന സ്ത്രീധനത്തിൻ്റെ ഇത് വെച്ചിട്ട് അതും കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ കണ്ട കടങ്ങളെടുത്ത് വയ്ക്കാതിരിക്കുക. ആവശ്യത്തിന് മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. വീടാണെങ്കിലും എന്താണെങ്കിലും. അല്ലാതെ സ്ത്രീധനം കൊണ്ട് നിങ്ങളുടെ സ്വത്ത് കെട്ടി പൊക്കാന്നുള്ള ഒരു വിചാരം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. നിയമം ഒരു വശത്ത് ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ സ്വയമായിട്ട് തീരുമാനിക്കുക. ഒരു മകനെ പോലെ തന്നെയാണ് ഒരു മകളെയും വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു അമ്മയും അച്ഛനും. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി.